ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനത്തെ ചൊല്ലുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. ഹബക്കൂക്ക് 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സമയം വൈകിയാലും അത് വരും നിശ്ചയം, അതിനായി കാത്തിരിക്കുക. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ ദൈവം ഒരു ദർശനം വെച്ചിട്ടുണ്ട്, ഒരു വാഗ്ദത്തം വെച്ചിട്ടുണ്ടെങ്കിൽ നീയും ഞാനും അനുഭവിക്കുന്ന അനവധി പ്രതിസന്ധികൾ, പ്രതികൂലങ്ങളിൽ അതിലെ അല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മൾക്കൊരു ദർശനം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനായി നമ്മൾ കാത്തിരിക്കണം. ഇത്ര പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ച് ജീവിത പടകിൽ നിൽക്കാൻ പോലും കഴിയാതെ നിൻ്റെ ജീവിതത്തിൻ്റെ അകത്തളത്തിൽ ആഞ്ഞടിക്കുമ്പോഴും സ്വർഗത്തിലെ ദൈവം ഹബക്കൂക്കിലൂടെ ഇന്ന് പ്രഭാതത്തിൽ നമ്മളെ വിളിച്ചറിയിക്കുക. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നുണ്ട്. നമുക്ക് കാണാം. ഹല്ലേലൂയ. ദൈവമേ, നമുക്ക് വചനത്തിൽ ഇന്ന് പ്രഭാതത്തിൽ അനേകരെ എടുത്തു കാണിക്കുക. യോസേഫ് കണ്ട ദർശനം കണ്ടു. അവൻ ആ കഷ്ടത്തിൽ, അനവധി കഷ്ടങ്ങളിൽ കൂടി കടന്നു പോയതിന്, പ്രതിസന്ധികളിൽ കൂടി കടന്നു പോയതിന് ശേഷമാണ് അവനെ കാണിച്ച ദർശനത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം കൊണ്ടുവരുവാൻ ഇടയാക്കിയത്. എന്നെയും നിങ്ങളെയും ഒരു ദർശനം കാണിച്ചിട്ടുണ്ടോ? ഒരു ഭവനമാണോ? അത് മറ്റേതെങ്കിലും മണ്ഡലമാണോ? ശുശ്രൂഷയാണോ? മറ്റേതെങ്കിലും തലത്തിലാണോ? അത് കാണാൻ കഴിയാതെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ, സഹോദരന്മാരെ, അഭിഷക്തരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആ ദർശനത്തിൻ്റെ സമാപ്തിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒരു പക്ഷേ രോഗമാകാം, ഒരു പക്ഷെ മാനസിക പ്രതിസന്ധികളാകാം, ഇല്ലെങ്കിൽ നിങ്ങളെ ആയിരിക്കുന്ന മറ്റു മണ്ഡലങ്ങളായിരിക്കാം. പക്ഷെ ഇന്ന് പ്രഭാതത്തിൽ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുക, ആ യോസേഫ് കണ്ട സ്വപ്നത്തിന് വേണ്ടി അവൻ അനവധി കാത്തിരുന്നുകാരിക്കാം, ഒരു പക്ഷെ പ്രാർത്ഥിച്ചുകാരിക്കും. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ പലപ്പോഴും മടുത്തു പോകും. ദർശനത്തിൻ്റെ അവധി ലഭിക്കാതെ വരുമ്പോൾ നിരാശപ്പെടാം. ഇന്ന് വചനം കേൾക്കുന്ന കർത്താവേ, പ്രഭാതത്തിൽ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് തൊട്ടുകൊണ്ട് സംസാരിക്കുക. നിന്റെ ജീവിതത്തിലെ കഷ്ടങ്ങളിൽ കൂടി, നഷ്ടങ്ങളിൽ കൂടി കർത്താവ് നിന്നെ കടത്തിവിട്ടിട്ടുണ്ടെങ്കിൽ നിന്നെക്കുറിച്ച് വലിയൊരു പദ്ധതിയുണ്ട്, ഒരു പ്ലാനിങ് ഉണ്ട്. ദർശനത്തിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. കഷ്ടത്തിൽ നമ്മളെ മറക്കുന്ന ദൈവമല്ല, നമ്മളെ ചേർത്ത് പിടിച്ച് നമ്മളെ ഓർക്കുന്ന ഒരു ദൈവമാണ്. ഇന്ന് പ്രഭാതത്തിൽ ആരെങ്കിലും ഇതിനെക്കുറിച്ച് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ കഷ്ടത്തിലും ഓർത്തോളം, എന്നെക്കുറിച്ചുള്ള ദർശനങ്ങൾ വലുതാണ്, പ്രവചനങ്ങൾ വലുതാ. ദൂതുകൾ കേട്ട്, ദർശനങ്ങൾ കേട്ട് നിരാശപ്പെടേണ്ട ദൈവമക്കളെ, കുഞ്ഞുങ്ങളെ, തലമുറകളെ, അതരഘടക ജാരഘടകം ദുരിഘടകസ്യ അർത്ഥനഘടക ജാരഘടകെ ഈ ബാലവ ഉടലവക്ഷസ്യ. നീ ഭാരപ്പെടേണ്ട കേട്ടോ. നിന്റെ പ്രയാസഘട്ടത്തിലും ദർശനത്തിൻ്റെ അവധിയിലേക്ക് കർത്താവ് ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുക. താമസമില്ലാതെ നിന്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം വൻകാര്യങ്ങളെ ചെയ്യുവാൻ ദൈവം വിശ്വസ്തനാണ്. വചനം പറയുന്നു, നീ അല്പത്തിൽ വിശ്വസ്തനാണോ? നീ ധൈര്യത്തോടു കൂടിയിരിക്കുക. ഹബക്കൂക്ക് പറഞ്ഞതുപോലെ ദർശനത്തിനൊരു സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. അത് സമയം വൈകാലോ അത് വരും നിശ്ചയം. എന്നെ നിങ്ങളെ അതിനായി കാത്തിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഉറപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, എന്നെ നിങ്ങളെ ഉറപ്പിച്ചുകൊണ്ട് താഴ്ത്തി ദൈവസന്നിധിയിൽ തക്ക സമയമാകുമ്പോൾ ബലമുള്ള പത്രോസിൻ്റെ ലേഖനത്തിലെ പോലെ നിന്റെ ബലമുള്ള കൈക്കിഴി നീ താഴ്ന്നിരിക്കുവാൻ തയ്യാറാണെങ്കിൽ തക്ക സമയത്ത് ഉയർത്തുന്ന ഒരു സ്വർഗം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ട്. ഹബക്കൂക്ക് പറയുന്നത് പോലെ ദർശനത്തിൻ്റെ അവധിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. നിന്നെ ഇപ്പം താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുക. ഉയർത്തുന്ന ഒരു സ്വർഗമുണ്ട്. ആ ദർശനത്തിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുത്തി വൈകി നിന്നെ നിശ്ചയപൂർവമായി എത്തിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഇന്ന് പ്രഭാതത്തിലുണ്ടെന്ന് ഉറപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ കൊച്ചു സന്ദേശത്തിനെ വിരാമമിടുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ്.